പെരുമ്പാവൂർ സീറ്റിൽ UDF അനിശ്ചിതത്വം തുടരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകുന്ന കാര്യം വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കും. CEC-യിലെ ചർച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, കഴിഞ്ഞ ഒറ്റ വർഷമായി ഈ എൽദോസ് കുന്നപ്പള്ളി ഈ മണ്ഡലത്തിൽ വളരെ സജീവമായി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മുന്നിലാണ് കരുനിഴൽ വീണത്. അപ്പോൾ പൂർണ്ണമായി എൽദോസ് കുന്നപ്പള്ളി നിരാശനാവാൻ സമയമായില്ല എന്നുണ്ടോ? ഹാഷ്മി, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലായിരിക്കും പെരുമ്പാവൂർ സീറ്റിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇപ്പോഴും എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. രാവിലെ KC വേണുഗോപാലുമായി അദ്ദേഹവും അതുപോലെ തന്നെ AP അനിൽകുമാറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. AP അനിൽകുമാർ ഇപ്പോഴും KC വേണുഗോപാലിന്റെ വസതിയിൽ തന്നെ തുടരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി എൽദോസ് കുന്നപ്പള്ളി KC വേണുഗോപാലിനെ കാണാൻ പോകുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ KPCC നേതാക്കളെല്ലാം തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടത് എന്തായാലും CEC-യിൽ തന്നെയാണ്. CEC-യിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചെടുക്കാനും അതുപോലെ തന്നെ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എന്തായാലും ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വൈകിട്ട് ചർച്ച നടത്തും. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പെരുമ്പാവൂർ സീറ്റിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ഇപ്പോൾ യാക്കോബായ സഭാ അധ്യക്ഷനടക്കം നേരത്തെ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.